ഫ്രണ്ട്സ്, നമസ്കാരം. തെങ്ങോട്ടെന്നല്ലേ, നമ്മുടെ വീടിൻ്റെ താഴെ നെയ്ബറിൻ്റെ അതിർത്തിയിൽ അവർക്കൊരു കിവിയുടെ പ്ലാന്റ് ഉണ്ട് കേട്ടോ. അതിന് നമ്മുടെ മലയാളത്തിൽ എന്താ പറയുന്നത് എന്നെനിക്കറിയത്തില്ല. അത് ഒരുപാട് പൂവൊക്കെ ആയിട്ടിരുന്നപ്പോൾ ഞാനൊരു വീഡിയോ എടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചെറുതായിട്ടത്തെ കാ പിടിച്ചപ്പോഴും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ ഒന്ന് അതിൻ്റെ ഫ്രൂട്ട് വലുതായിട്ടുണ്ട്, കിവി. അത് ഒരുപാട് ഉപകാരപ്രദമുള്ളതായിട്ടുള്ള പിന്നെ പഴമാണ്. പിന്നെ നമുക്ക് ബ്ലഡ് ഉണ്ടാവാനൊക്കെ നമ്മൾ നാട്ടിൽ നമ്മുടെ നാരങ്ങയൊക്കെ കഴിക്കുന്നവർക്ക്, അതായത് പൊമഗ്രനേറ്റ് കഴിക്കുന്ന പോലെ നമുക്ക് ബ്ലഡ് ഇൻക്രീസ് ആകാനൊക്കെയുള്ള പിന്നെ പഴമാണ് കേട്ടോ. അത് കഴിച്ചാൽ ഒരുപാട് ബ്ലഡ് ഉണ്ടാവും. ആ കാണുന്നതാണ് അതുകൊണ്ടോ ഇല പോണക്ക് ഇങ്ങനെ ഈ വള്ളിയായിട്ട് കിടക്കുന്നത്, അതതിൻ്റെ ചെടിയാണ്. ഞാൻ കാണിക്കാം കേട്ടോ. പഴം നമുക്ക് എന്തേരം വലുതായി നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മുടെ കിവി ഫ്രൂട്ട്. അതായത് നമ്മുടെ നാട്ടിൽ മേടിക്കാൻ കിട്ടും. ഒരെണ്ണത്തിന് 1-2 എണ്ണം മേടിക്കുമ്പോൾ നല്ല വിലയാണ്. ഇതിൻ്റെ പഴത്തിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് പിന്നെ വിറ്റാമിൻ സി കണ്ടൻറ്റ് അടങ്ങിയ ഒരു ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ബ്ലഡ് ഇൻക്രീസ് ചെയ്യാനും ബ്ലഡ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാനും ആയിട്ടുള്ളതും, പിന്നെ ഒരുപാട് ഫൈബറൊക്കെ അടങ്ങിയ ഫ്രൂട്ടാണ്. ഇതിനൊരു ചെറിയ പുളി മധുരം 2 കൈൻഡുണ്ട്. ഒന്ന് ഗോൾഡൻ കിവി എന്നും പറയും, വേറൊരെണ്ണം ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ നന്നായിട്ട് പിന്നെ എന്താ പറയുക രോമം ഉള്ള കിവി കൊണ്ടുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ പ്ലാന്റ്. അതിങ്ങനെ പടർന്ന് പന്തലിച്ചാണ് സാധാരണ രീതിയിൽ പിന്നെ വളരുന്നത്. എന്നിട്ട് പൂവായ സമയത്ത് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ ഇത് മുഴുവൻ ഫുള്ള് ഫ്ലവേഴ്സായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഒരുപാട് കിവി കായ്ക്കുമായിരിക്കും എന്ന്. പക്ഷേ പിടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഫ്രൂട്ട് ഞാൻ ഉദ്ദേശിച്ച മാതിരി അങ്ങോട്ടായില്ല. എന്നാലും ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. അതിങ്ങനെ ഈ വേറൊരു ചെടിയുടെ മുകളിലേക്ക് പടർന്ന് പന്തലിച്ച് കിടക്കുന്നതാണ്. അപ്പോൾ നമുക്കും നമ്മുടെ നാട്ടിലും ഇങ്ങനെ കിവിയുടെ കൃഷി ചെയ്യാവുന്നതാണ്. ഇതിന് ഒരുപാട് നമ്മൾക്ക് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം കൂടിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ, കിവിയുടെ ഫ്രൂട്ടിൻ്റെ അകത്ത് തന്നെയാണ് കറുത്ത കളറിലിരിക്കുന്നതാണ് അതിൻ്റെ സീഡ്. അപ്പോൾ അതിൻ്റെ സീഡ് എടുത്തിട്ട് നമുക്ക് മുളപ്പിച്ച് നമുക്ക് നട്ട് നമ്മൾ കോവലൊക്കെ കയറ്റി വിടുന്ന മാതിരി കയറ്റിയൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് കിവികൾ നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വേറെ നല്ല വീഡിയോയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.